പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കാണ് കാണിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ പഴം ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടും കഴിക്കാതെ ആൾക്കാരത് മൈൻഡ് ചെയ്യാതെയൊക്കെ പോയിട്ട് അവസാനം കേടാവാറാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഈ സ്നാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഴമൊക്കെ പെട്ടെന്ന് കാലിയാക്കി തരും. എല്ലാവരും വന്ന് സഹകരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2-3 ഏലക്കയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഇടാം. അപ്പോൾ ഇതൊരു 3 ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഏത്തപ്പഴം ഇല്ലെങ്കിലും സാരമില്ല, നമ്മുടെ ചെറുപഴം ഏതാണെങ്കിലും ഏത് തരത്തിലുള്ള പഴമാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ വീട്ടിലുള്ളത് തന്നെ എടുക്കാം. ഞാനിവിടെ 3 ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും കൂടി മിക്സിയുടെ ബൗളിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒത്തിരി അരിയണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. ആ പഞ്ചസാര പൊടിച്ച ബൗളിലേക്ക് തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് പേസ്റ്റ് പോലെ ആക്കി എടുക്കാം. എല്ലാവരും 5 മിനിറ്റ് കൊണ്ട് സ്നാക്ക് ഉണ്ടാക്കാം എന്നൊക്കെ പറയും. സത്യം പറയണോ കള്ളം പറയണോ എന്ന് ചോദിച്ചാൽ 5 മിനിറ്റ് കൊണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മളെല്ലാം തയ്യാറാക്കി വരുമ്പോൾ തന്നെ 10-15 മിനിറ്റ് എടുക്കും. അപ്പോൾ കള്ളം പറയണമെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാമെന്ന് ഞാൻ പറയും. സത്യം പറയണമെങ്കിൽ അരമണിക്കൂർ കൂടുതൽ എടുക്കും. ഓക്കെ, ഞാനൊന്ന് പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടി ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വാനില എസൻസ് കൂടി ചേർക്കാം. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കേക്കിന് മാത്രമല്ല, നമ്മൾ എന്ത് സ്നാക്ക് ഉണ്ടാക്കുമ്പോഴും നമുക്ക് അതിൽ മുട്ടയോ പഴമോ ഒക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറിന് ഒരു ഇച്ചിരി ഒന്ന് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാനില എസൻസോ ഏതാണോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് അത് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ മൈദയാണ് എടുക്കുന്നത്. മൈദയല്ല, ഗോതമ്പ് പൊടി എടുത്താലും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇത് രണ്ടിൽ ഏതാണോ താല്പര്യം അതെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ സ്നാക്ക് ഉണ്ടാക്കേണ്ടത്. നമുക്ക് ഏത് ഫ്ലോർ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ മൈദയാണ് എടുക്കുന്നത്. ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വീറ്റ് ഫ്ലോർ തന്നെ എടുക്കണം കേട്ടോ. ഒരുപാട് ലൂസാവണ്ട, ഒരല്പം തിക്കായിട്ടാണ് ഇത് എടുക്കേണ്ടത്. കുറച്ചും കൂടി ചേർക്കാം. അല്പം ഉപ്പ് കൂടി ചേർക്കാം. ഇത് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം.
കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും, അത് കുഴപ്പമില്ല. ഇതങ്ങനെയാണ് ഇതിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റിൽ സ്പൂൺ കൊണ്ടാണ് ഇത് കോരി ഒഴിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ ബോൾ പോലെ ആക്കുമൊന്നും വേണ്ട. അതിങ്ങനെ ഒന്ന് കുഴച്ചിട്ടൊരു 10 മിനിറ്റ് ഒന്ന് വെച്ചേക്കണം. ഞാനിവിടെ എണ്ണ ഒരു പാനിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ചൂടാകട്ടെ, എന്നിട്ട് ഇത് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം, 2 സൈഡ് ഒരുപോലെ ആവാൻ. ഇപ്പോൾ ഇത് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുകയല്ല കേട്ടോ, നല്ല സൂപ്പറാണ്. ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നമ്മുടെ പഴവും മുട്ടയും മൈദയും ഒക്കെ ചേർത്തിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.